ഒരു മഹാ പണ്ഡിത പാരമ്പര്യത്തിന്റെ വിളിപ്പേരാണ്. മഅ്ബർ എന്ന സ്ഥലനാമത്തിൽ നിന്നാണ് മഅ്ബരി ഉത്ഭവിക്കുന്നത്. യമനിലും ഖുറാസാനിലും മഅ്ബർ എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെട്ട പ്രദേശങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം ദക്ഷിണേന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തെ മലബാർ എന്ന് പടിഞ്ഞാറ് തീരം മലബാർ എന്ന് വിളിക്കപ്പെട്ടതുപോലെ പൂർവ്വ തീരത്തെ അറബികൾ മഅ്ബർ എന്നും വിളിച്ചിരുന്നു. കടത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. സാധനങ്ങൾ കടത്തുകയല്ല, സാധനങ്ങൾ ഉൾപ്പെടെ ആളുകൾ സഞ്ചരിക്കുന്ന കടവ്. സിലോണിലേക്കുള്ള സഞ്ചാരപാതയെ ഉദ്ദേശിച്ചുകൊണ്ടാവണം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. കായൽ പട്ടണം, കീഴക്കര തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു തീരദേശമാണ് മഅ്ബർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അറേബ്യയുടെ പൈതൃകം, പ്രവാചക അനുചരരുടെ പാരമ്പര്യം, ഇത് രണ്ടും സമന്വയിക്കപ്പെട്ട മഹോജ്വല തേജസ്വികളുടെ സമൂഹ സംജ്ഞയാണ് മഅ്ബരി. ഇതിന് ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം ചെന്നെത്തുന്നത് ചേരമൻ പെരുമാളിലേക്കാണ്. ഐതിഹ്യം എന്നൊക്കെ ഈ സംഭവങ്ങളെ നമ്മുടെ പാഠപുസ്തകങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ചരിത്രകാരന്മാർ ഇതിന്റെ വസ്തുതാപരമായ തലങ്ങളിലേക്ക് ഗവേഷണപരമായ അന്വേഷണങ്ങൾ നടത്തി കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചേര രാജവംശത്തിലെ പ്രമുഖനായ പള്ളി ബാണപ്പെരുമാൾ, അദ്ദേഹത്തിന്റെ കാലത്ത് സഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്ന സഹാബിയുടെ നേതൃത്വത്തിൽ ഒരു പ്രബോധക സംഘം കൊടുങ്ങല്ലൂർ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന്റെ ഈ സഹാബിയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരായ പെരുമാളും അടുത്ത കുടുംബാംഗങ്ങളും, കാര്യമായും സഹോദരിയുടെ മക്കൾ, ഈ കുടുംബാംഗങ്ങൾ AD 628 മക്കയിലേക്ക് പോകുന്നു. പ്രവാചക സന്നിധിയിൽ എത്തിച്ചേരുന്നു. ചേരമൻ പെരുമാളും കുടുംബാംഗങ്ങളും ഇസ്ലാം ആശ്ലേഷിക്കുന്നു. പെരുമാൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുന്നു. താജുദ്ദീൻ അൽ ഹിന്ദ് എന്ന പേരിൽ അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടു. യമൻ നിവാസിയായ, യമൻ ഭരണപരമായ പങ്കാളിത്തവും ഉണ്ടായിരുന്ന മാലിക് ബിനു ഹബീബ് താജുദ്ദീൻ അവർകളെ യമനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ മാലിക് ബിനു ഹബീബിന്റെ സഹോദരനാണ് മാലിക് ബിനു ദീനാർ. അവരുടെ സഹോദരിയായ റഹബിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. 4 വർഷം മാത്രമാണ് താജുദ്ദീൻ അൽ ഹിന്ദ് യമനിൽ താമസിച്ചത്. കേരളത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ തിരിച്ചു വരവിനിടയിൽ ഷഹർ മുഖല്ലയിൽ വെച്ച് മരണപ്പെട്ടു. ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും നാട്ടിലേക്ക് തിരിച്ചു വരാൻ. അതൊരു പക്ഷേ പ്രബോധന ദൗത്യവുമായിട്ടാവാം. 14 വർഷത്തിന് ശേഷം ഈ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് സഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ, മാലിക് ബിനു ദീനാർ രണ്ടുപേരും 2 കപ്പലുകളിലായി കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വരുന്നു. തഖിയുദ്ദീൻ കായൽ പട്ടണത്ത് ഇറങ്ങുന്നു. മാലിക് ബിനു ദീനാർ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുന്നു. കായൽ പട്ടണത്തെയും കൊടുങ്ങല്ലൂരിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രബോധന ദൗത്യം നടക്കുന്നു. യമനിൽ തന്നെയുള്ള
മാളിബർ എന്ന സ്ഥലനാമത്തെ അനുസ്മരിച്ചുകൊണ്ട് കായൽ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നവരും പിൻഗാമികളും മാളിബരികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. യമനിൽ നിന്ന് വന്നവരും അവരുടെ ആ പരമ്പര മാലിക് ബിൻ ദീനാർ ഉൾപ്പെടെ സ്ഥാപിക്കപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും മതപ്രചാരകരും പ്രബോധകരുമായി 10 പള്ളികളാണ് മാലിക് ബിൻ ദീനാർ കേരളത്തിന്റെ പടിഞ്ഞാറേ കരയിൽ സ്ഥാപിച്ചത്. മിക്ക പള്ളികളുടെയും നേതൃത്വം മാലിബരികൾക്കായിരുന്നു. അങ്ങനെയാണ് തീരദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രബോധന ദൗത്യങ്ങളും ഇസ്ലാമിക സമൂഹവും ഒക്കെ ഉണ്ടാകുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്രാഹിം ഇബ്നു അഹമ്മദ് മാൽബരി പൊന്നാനിയിലെ ഖാദിയാവുന്നതും ഈ വഴിയിലാണ്. അദ്ദേഹമാണ് കൊച്ചിയിൽ നിന്ന് ഒരു മാൽബരിയായ ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹമ്മദ് എന്നവരെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം മാൽബരിയാണ്, മാൽബരി താവഴിയാണ്. ഈ മാൽബരി താവഴി ചെന്നെത്തുന്നത് മാലിക് ബിൻ ദീനാർ, സഹീറുദ്ദീൻ ബിൻ തഖിയുദ്ദീൻ എന്നീ മഹോജ്വലരായ ആളുകളിലാണ്. സൈനുദ്ദീൻ മക്തൂം തന്റെ വസതിയായ പഴയകത്ത് പൊന്നാനിയിൽ വന്ന് പഴയകത്ത് അദ്ദേഹത്തിന്റെ വസതിയുടെ പേരതായിരുന്നു. അവിടെ ഇരുന്ന് ഒരു ചെറിയ പള്ളി, അകത്തെ പള്ളി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു, പള്ളിയുണ്ടാക്കി. ആ പള്ളിയിൽ ഇരുന്ന് വലിയ പള്ളിയുടെ നിർമ്മാണം നടത്തി. നിർമ്മാണം പൂർത്തിയായി. ആ വലിയ പള്ളിയുടെ നേതൃത്വം ഏറ്റെടുത്തു അദ്ദേഹം. മഹാനവർകൾ മഖ്ദൂം എന്ന പേരിൽ ആദരിക്കപ്പെട്ടു. സയ്യിദ് സൈനുദ്ദീൻ മക്തൂം തങ്ങൾ അവർകളെ വിശദീകരിക്കുക, അതാണല്ലോ ഈ സെമിനാർ. അത് എത്ര അധ്യായങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കും എന്നതാണ് ഒരു ചോദ്യം. അത്രയും നീണ്ട് പരന്നു കിടക്കുന്ന ഒരു മഹാവ്യക്തിത്വം, അക്ഷരാർത്ഥത്തിൽ വിസ്മയം, പാണ്ഡിത്യം കൊണ്ട് വിസ്മയം, തന്റെ ഇച്ഛാശക്തി കൊണ്ട് വിസ്മയം, അത്യപാരമായ നേതൃപാടവം കൊണ്ട് വിസ്മയം. അത്രയും അത്യുജ്വലനായ ഒരു വ്യക്തിയെ പിന്നീട് കേരളക്കര കണ്ടോ എന്ന് സംശയം. ആ താവടിയിലൂടെ, ആ പണ്ഡിത താവടിയിലൂടെ ഒരുപാട് മഹാപണ്ഡിതന്മാർ മഖ്ദൂം കുടുംബത്തിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുസ്സമാൻ അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഉൾപ്പെടെ ആ ഉജ്ജ്വലമായ പ്രഭാവലയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് മഹാദൗത്യങ്ങളുടെ നിയോഗം ഏറ്റെടുത്ത ഒരുപാട് ആളുകൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അഗാധമായ പാണ്ഡിത്യത്തിന്റെ വിസ്മയ കേന്ദ്രമായിരുന്ന സയ്യിദ് സൈനുദ്ദീൻ മക്തൂം തങ്ങളുടെ വിളക്കത്തിരിക്കുക. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നിൽ അർപ്പിതമായത് പോരാട്ട ഭൂമികയിലൂടെ ആ ഭൂമികയെ സംബന്ധിച്ചുള്ള ചില സംഗതികളാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ വലിയ പള്ളി, ഇന്നിപ്പോ നമ്മൾക്ക് ഒരു പള്ളിയുടെ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ സമകാലിക വർത്തമാനകാല കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുമ്പോ ഒരു സംഗതിയായി, സംഭവമായി നമുക്കാർക്കും അത് അനുഭവപ്പെടില്ല. കാരണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പള്ളികൾ. സാമൂഹ്യ കേന്ദ്രങ്ങളല്ല, ഒരു സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും വിലയിരുത്തുകയും വിശകലനം നടത്തുകയും പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ കേന്ദ്രമായി പള്ളികൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അതിലേക്ക് തിരിച്ചു പോവാൻ നമുക്ക് എത്ര കണ്ട് സാധിച്ചു എന്നതൊക്കെ ഇത്തരം സെമിനാറുകളിലെയും പ്രതിപാദ്യങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങളാണ് എന്ന് മാത്രം ഞാൻ അനുബന്ധമായി കുറിക്കുകയാണ്. ഒരു പള്ളിയുടെ നേതൃത്വം എന്ന് പറയുന്നത് അതാണ് ഇമാമുമാര്, അതാണ് പണ്ഡിതന്മാര്, അതാണ് പള്ളിയെ നയിക്കുന്നവരുടെ മഹാപ്രാധാന്യം. മഖ്ദൂം എന്ന സ്നേഹോജ്ജലമായ വിളിപ്പേര് ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുദ്ദീൻ മക്തൂബിനെ ലഭ്യമാക്കിയതിലെ പ്രധാനമായൊരു സംഗതി പൊന്നാനി വലിയ പള്ളിയുടെ നേതൃത്വമാണ്. ആ വലിയ പള്ളി ഒരു മഹാസമൂഹത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കേന്ദ്രമായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആത്മീയ
ശ്രദ്ധയുടെ തുങ്കദീപ്തിയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ. ആത്മീയതയും സാമൂഹ്യ നിയോഗവും തമ്മിലുള്ള പാരസ്പര്യതയും ഇത്തരം ചർച്ചകളിൽ സ്വാഭാവികമായും വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് അകന്ന്, ജനങ്ങളിൽ നിന്ന് വിട്ടുമാറി, ജനങ്ങളുടെ ദൈനംദിന നിത്യ വിഷയങ്ങളിൽ നിന്ന് കാതമകലിൽ നിന്നുകൊണ്ട് ആത്മീയപരമായ കാര്യങ്ങൾ മാത്രം വ്യാപൃതമാകുന്ന സംഗതിയായിരുന്നില്ല നമ്മുടെ പഴയകാല സൂര്യകളുടെ പഴയകാല നേതൃത്വത്തിന്റെ നിലപാട് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക. പകരം ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് സമൂഹത്തെ അനുദിനം ചലിപ്പിക്കാൻ സഹായകമാകുന്ന പ്രചോദനവും പിൻബലവും പ്രേരണയും നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് അവരുടെ നിത്യജീവിതത്തിന് വഴി കാണിച്ചു കൊടുക്കുന്ന വിധം അവരുടെ നേതാക്കളായി മാറുക എന്നത് ആത്മീയ നേതൃത്വത്തിന്റെ ഒരു നിലപാടായിരുന്നു എന്നുകൂടി നമുക്ക് പഴയകാല നേതൃത്വത്തെ പരിശോധിച്ചാൽ അറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുദ്ദീൻ മക്തൂമിന്റെ അനുഭവം വിശകലനം ചെയ്താലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ദീർഘകാലം മക്കയിലും മദീനയിലും ഈജിപ്തിലും പഠനം നടത്തുകയും ചെറിയ പ്രായത്തിൽ തന്നെ പ്രാമാണികമായി മുഹദ്ദിസായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ എന്തൊരു വ്യക്തിത്വമായിരുന്നു അത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് സയ്യിദ് സൈനുദ്ദീൻ മക്തൂം തങ്ങൾ അവർകൾ. അതില് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുസ്മരിക്കപ്പെടാറുള്ളത്, ഉദ്ധരിക്കപ്പെടാറുള്ളത് തഹ്രീർ അഹ്ലിൽ ഈമാനി അലാ ജിഹാദി അബ്ബദത്തി സുൽബാനി എന്ന ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ഒരു ചെറിയ കൃതിയാണ്. വളരെ ചെറിയ കൃതിയാണ്, പക്ഷേ അത് ഒരു സമരകാവ്യമാണ്. ഒരു സമൂഹത്തെ മുഴുവൻ അധിനിവേശ ശക്തികൾക്കെതിരെ അതിശക്തമായി രംഗത്തിറക്കാൻ പര്യാപ്തമായ ഒരു വലിയ ഒരു നിലപാടായിരുന്നു തഹ്രീർ. ആ തഹ്രീർ പോർച്ചുഗീസ് കടന്നാക്രമണത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ കേരള തീരങ്ങളിൽ അലയടിച്ച പ്രതിരോധ സമരത്തിന്റെ പ്രത്യയശാസ്ത്രമായി അടിത്തറയായി മാറുകയുണ്ടായി. മഖ്ദൂം താവഴിക്ക്, മഖ്ദൂം കുടുംബത്തിന്, കേരളീയ പൊതുസമൂഹത്തിന് നൽകാൻ കഴിഞ്ഞ, ഈ രാജ്യത്തിന് നൽകാൻ കഴിഞ്ഞ, കേരളീയ പൊതുസമൂഹം മാത്രമല്ല ഈ രാജ്യത്തിന് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സംഭാവന ഏത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, മറ്റെല്ലാ ഉത്തരങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന ഉത്തരം മഖ്ദൂം കുടുംബത്തിന്റെ, പ്രത്യേകിച്ചും സയ്യിദ് സൈനുദ്ദീൻ മക്തൂം തങ്ങൾ അവരുടെ അധിനിവേശ വിരുദ്ധ നിലപാടും പോരാട്ടത്തിനുള്ള പ്രചോദനവും പ്രേരണയുമായിരുന്നു. ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മക്തൂം അവരുടെ മരണാനന്തരം വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് ഷെയ്ഖ് അബ്ദുൽ അസീസ് മഅ്ബരി മഖ്ദൂം സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ വിയോഗാനന്തരം സഹോദരപുത്രൻ, അദ്ദേഹത്തിന് ആൺമക്കളില്ലായിരുന്നു, സഹോദരപുത്രനും പണ്ഡിത ശ്രേഷ്ഠനുമായ ചരിത്രകാരനുമായ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ ഇബ്നു മുഹമ്മദ് ഗസാലി മഖ്ദൂം സ്ഥാനത്ത് അവരോധിതനായി. ആ മഖ്ദൂമാണ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ എന്ന പേരിൽ ലോകത്തറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇപ്പോ പഠന വിധേയമാണ്. ഒരുപാട് ആളുകൾ അതിനെ ആസ്വദിച്ചുകൊണ്ട് ഗവേഷണവും പഠനവും നടത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ എത്ര കണ്ട് മഖ്ദൂം കുടുംബാംഗങ്ങൾ നടത്തി എന്നുള്ള മൂർച്ചയുള്ള മുനയുള്ള ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാൻ ഞാൻ ഒരാളുമല്ല, പ്രാപ്തനുമല്ല. സന്ദർഭികമായി ഞാനൊന്ന് പറയട്ടെ. ഒരിക്കലും ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ, ഞാൻ ഈ കോളേജിൽ അധ്യാപകനായിരുന്നു, PSMO കോളേജിൽ 31 വർഷം ഇവിടെ അധ്യാപകനായിരുന്നു. ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത്, ഞാൻ ഇവിടുത്തെ പഴയ വിദ്യാർത്ഥിയായിരുന്നു, അത് മറ്റൊരു വിഷയം. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നിരുന്നു. പല ആളുകളും വരാറുണ്ട്, അക്കാഡമീഷ്യൻസ്. അദ്ദേഹം ഇതേ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അദ്ദേഹം തിരൂരങ്ങാടിയിൽ വന്നത് തിരൂരങ്ങാടിയെ കുറിച്ച് ബ്രിട്ടനിലും വളരെ പ്രത്യേകിച്ചും ലണ്ടനിലും ഒക്കെ അക്കാഡമിക് തലങ്ങളിലുള്ള അറിവ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ സ്ഥിരാകേന്ദ്രം, അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മണ്ണ് കാണാൻ അത്യുത്കടമായ അഭിലാഷത്തോടുകൂടി അദ്ദേഹം ഇവിടെ വന്നതാ.
പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളുടെ ഈ പോരാട്ടത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ അവർക്ക് ഈ പോരാട്ടത്തെ കുറിച്ചോ ഈ ഭൂമികയെ കുറിച്ചോ അവർക്ക് സാമ്പ്രദായിക ചരിത്രം അവർക്ക് നൽകിയിരിക്കുന്ന ചില സ്ഥലനാമങ്ങളും പേരുകളും അല്ലാത്ത ഒന്നിനെ കുറിച്ചും അറിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് വിസ്മയം കൊണ്ടതുപോലെ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് തുഹഫ ലോകഭാഷകളിൽ പഠനവിധേയമാണ്. പോർച്ചുഗീസ് ഭാഷയിലേക്കാണ് ആദ്യമായി തുഹഫ പരിഭാഷപ്പെടുത്തപ്പെട്ടത്. കാരണം എങ്ങനെയാണ് ഒരു സമൂഹം സാമ്രാജ്യത്വ വിരുദ്ധതയുടെ നിയോഗവുമായി വ്യാപകമായി രംഗത്ത് വരുന്നത്? ഈ തുഹഫയുടെ പിൻബലം എന്താണ്? പ്രേരണ എന്താണ്? അതിന്റെ വൈകാരികത എന്താണ്? വൈചാരികത എന്താണ് എന്ന് പഠിക്കാൻ പോർച്ചുഗീസ് ഭാഷയിലേക്ക് തുഹഫ പരിഭാഷപ്പെടുത്തപ്പെട്ടു. ഇന്ന് ലോകത്തെ ഏത് ഭാഷയിലേക്കാണ് തുഹഫത്തുൽ മുജാഹിദീൻ പരിഭാഷപ്പെടുത്തപ്പെടാതെ പോയത് എന്ന് പോലും സംശയമാണ്. അത്രമാത്രം. അതുകൊണ്ടാണ് അഷേഖ് സൈനുദ്ദീൻ മക്തൂം ലോക പ്രശസ്തൻ എന്ന് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതല്ല. രണ്ടാമത്തെ മഖ്ദൂം സയ്യിദ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ ലോക പ്രശസ്തൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അവർ ലോക പ്രശസ്തരായിരുന്നു. ഇന്നും അവരെ ആസ്പദിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് പോർച്ചുഗീസുകാർ വന്നു എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വാസ്കോഡി ഗാമ വന്നു. കാപ്പാട് കപ്പലിറങ്ങി, വാസ്കോഡി ഗാമ പോയി. അത്രയല്ലേ ഉള്ളൂ. അതല്ല വാസ്തവം. അതായിരുന്നില്ല സംഭവം. പോർച്ചുഗീസ് അധിനിവേശം ഈ രാജ്യത്തെ സംബന്ധിച്ച് ഭയങ്കരമായ ദുരന്തമായിരുന്നു. ഞാൻ സംഘാടകരോട് സമയത്തിന്റെ ഇത്ര സമയത്തിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് സമയത്തെ ക്രമീകരിക്കാൻ പ്രതിപാദ്യവുമായി ഒരു മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാസം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കോൺറാഡ് വുഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ എത്രയോ വിസ്തരിച്ചതാണ് പോർച്ചുഗീസ് അധിനിവേശം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത്രമാത്രം കടുത്ത ഒരു ദുരന്തം ഈ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല. പോർച്ചുഗീസ് സൈന്യാധിപരെ കുറിച്ച് പോർച്ചുഗീസ് ചരിത്രകാരന്മാർ പോലും പറയാറുള്ളത് സേവേജ് എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ്. വാസ്കോഡി ഗാമയെ കുറിച്ച് ആർ.ഇ. മില്ലറുടെ പരാമർശം പിന്നീട് വന്ന സേനാനായകരുമായി താരതമ്യം ചെയ്യുമ്പോൾ വാസ്കോഡി ഗാമ സാമാന്യം ഭേദപ്പെട്ട ഒരു മനുഷ്യ മൃഗമായിരുന്നു എന്നാണ്. ഈ പ്രയോഗത്തിൽ വെറുതെ നടത്തുന്നതല്ല, പ്രത്യേകിച്ചും ആധികാരിക ചരിത്രകാരന്മാർ. അത്രയും മൃഗീയത, അത്രയും കാബാലികത, അത്രയും നിഷ്ഠൂരത, അതൊക്കെ ഇവിടെ വിവരിക്കാൻ കഴിയൂല, പറ്റില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സമ്മിശ്ര സദസ്സിൽ പോർച്ചുഗീസുകാരുടെ രീതി അതായിരുന്നു. ഒന്ന് മാത്രം ഞാൻ പറയട്ടെ, അതും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതാണ്. പ്രൊഫസർ കെ.എം. വഹാബുദ്ദീനെ പോലുള്ള ആളുകൾ അവരുടെ പുസ്തകത്തിൽ മലബാറിന്റെ പോരാട്ട ചരിത്രം എന്ന പുസ്തകത്തിലൊക്കെ ഇക്കാര്യം പറയുന്നുണ്ട്. പോർച്ചുഗീസ് സേനയുടെ വിനോദം എന്ന് പറയുന്നത് ചെറിയ മക്കളെ പിടിച്ച് അവരെ അമ്മമാരെ കൊണ്ട് തന്നെ അമ്മിക്കല്ലുകളിലൊക്കെ ഇട്ട് അവരെ കൊല്ലുക എന്നതായിരുന്നു. ചെറിയ മക്കളെ കൊല്ലുക. എന്നിട്ട് ആ ചെറിയ മക്കള് മൃതപ്രായത്തിലെത്തിയ മക്കളെ കുന്തത്തിൽ കുത്തിയെടുത്ത് കുറെ അവരെങ്ങനെ നിർത്തുക, ഒടുവിൽ അവരെ അങ്ങ് തലവെട്ടി കൊല്ലുക. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഒരു പോർച്ചുഗീസ് പക്ഷിയുടെ, ഇവര് കാലങ്ങളായി ഇന്ത്യയിലേക്ക് വന്ന് ദീർഘകാലം കടൽ യാത്ര ഒക്കെ നടത്തി ഗൃഹാതുരത്വം നൊസ്റ്റാൾജിയക്ക് വിധേയരായ ആളുകളാണ്. അപ്പോ അവരുടെ നൊസ്റ്റാൾജിയ, ഭ്രാന്തമായ നൊസ്റ്റാൾജിയ ശമിപ്പിക്കാൻ പോർച്ചുഗീസ് പക്ഷികളുടെ ശബ്ദത്തിന് ആയിരുന്നത്രേ ഈ കുഞ്ഞുമക്കളുടെ, അക്കാലത്തെയും ഇക്കാലത്തെയും മക്കളുടെ കരച്ചിൽ സമാനമാണ്. അപ്പോ പോർച്ചുഗീസ് വിനോദത്തിന്റെ ഒരു രീതി. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് സിലോണിലേക്കുള്ള കടൽ വഴിയുടെ ഇടുക്കിനിടയിൽ മുതലകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഈ മുതലകൾക്ക് എത്രയോ മനുഷ്യരെ എറിഞ്ഞുകൊടുത്തത് പോർച്ചുഗീസുകാരാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം വളരെ നീണ്ടുപോകും. അപ്പോ ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നത്, വാസ്കോഡി ഗാമ കാപ്പാട് കപ്പലിറങ്ങി. വാസ്കോഡി ഗാമയ്ക്കെതിരെ സയ്യിദ് മഖ്ദൂം തങ്ങന്മാരുടെ ശക്തമായ പ്രതിരോധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഗാമ വന്നു, ഗാമ പോയി. അപ്പൊ ഈ പ്രതിരോധം എന്താ? അതിലൊന്നുമില്ലല്ലോ. നമ്മുടെ പാഠപുസ്തകങ്ങൾ നൽകുന്ന അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പാഠപുസ്തകങ്ങൾ നൽകുന്ന അറിവിന്റെ അപ്പുറത്ത് യഥാർത്ഥമായ അറിവിന്റെ മഹാലോകമുണ്ട്, മഹാപ്രപഞ്ചമുണ്ട്. അത് ഉൾക്കൊള്ളാനും പഠിക്കാനും പുതിയ തലമുറ, ഇവിടെ വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്, അവർ കാര്യങ്ങൾ നോട്ട് എഴുതിയെടുക്കുന്നുണ്ട്. പലപ്പോഴും ഇപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സമാശ്വാസമാണ്.
ഈ 1498 വാസ്കോഡി ഗാമ കേരളത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ വരവിന് തന്നെ അസഹിഷ്ണുതയുടെ മുഖമുണ്ടായിരുന്നു. അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത്. അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം, പോർച്ചുഗീസ് രാജാവിന്റെ ഒരു ആവശ്യം, അറബികളും കേരളവുമായി 400 കൊല്ലത്തെ വ്യാപാര ബന്ധം, വാണിജ്യ ബന്ധമുണ്ട്. ആ വ്യാപാര ബന്ധത്തെ തകർക്കുക, വ്യാപാര മേൽക്കോയ്മ സ്ഥാപിക്കുക, ഇതായിരുന്നു പോർച്ചുഗീസുകാരുടെ ഉദ്ദേശം. അതോടൊപ്പം അവർക്ക് മതപരമായ മിഷനറി ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എന്ന് നമ്മളതിന് വിളിക്കുക. ഗാമ കോഴിക്കോട് തുറമുഖത്തെത്തി. തുറമുഖ ചുങ്കം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. സാമൂതിരിയുമായി ബന്ധം ഉലഞ്ഞു. അദ്ദേഹം ബലമായി കുറെ ആളുകളെ കപ്പലിലിട്ട് പിടിച്ചുകൊണ്ടുപോയി. കോയപ്പക്കി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്, ഒരു മുസ്ലിമാണ് അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന ആ ചരിത്രപരതയിലേക്ക് ഞാൻ വൈകാരികം വിസ്ഫോടനം നടത്തുന്നില്ല. എല്ലാ കാലത്തും മിർജാഫർമാരുടെ പലജാതി സംഗതികളുണ്ട് എന്നുള്ള ഒരു ചെറിയ സൂചന മാത്രം ഞാൻ നൽകുന്നു. ഏതായാലും ഈ കോയപ്പക്കിക്ക് ഗാമയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോ അദ്ദേഹം പതിയെ ഗാമ വിരുദ്ധനായി മാറുകയും ചെയ്തു. വാസ്കോഡി ഗാമ പോയതിനു ശേഷം അദ്ദേഹം വന്നു, അക്രമം നടത്തി. വന്ന വരവിൽ തന്നെ അക്രമം നടത്തി, കുറെ ആളുകളെ ബലമായി പിടിച്ചു കൊണ്ടുപോയി. അതിനുശേഷം 1500 എന്ന് പറഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോ കബ്രാളിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വ്യൂഹം കോഴിക്കോടെത്തി, സൈന്യ വ്യൂഹം. അവര് കോഴിക്കോട് നങ്കൂരമിട്ടിരുന്ന കപ്പലുകൾ മുഴുവൻ കൊള്ളയടിച്ചു. ജനങ്ങൾ തടിച്ചുകൂടി, ജനങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തിൽ 600ഓളം നാട്ടുകാർ രക്തസാക്ഷികളായി, 70 പോർച്ചുഗീസുകാരും അതിൽ കൊല്ലപ്പെടുകയുണ്ടായി. ആ രണ്ടാമത്തെ സംഭവത്തോടുകൂടി കോയപ്പക്കി പോർച്ചുഗീസ് വിരുദ്ധനായി മാറുകയും ചെയ്തു. മുസ്ലിങ്ങളെ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് കബ്രാൾ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് പോർച്ചുഗീസ് രാജാവിന്റെ കൽപ്പന. പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോർച്ചുഗലോ ഇന്നത്തെ പോർച്ചുഗീസോ അല്ല, അതൊരു സാമ്രാജ്യമായിരുന്നു അക്കാലത്ത്. സ്പാനിഷ് സാമ്രാജ്യത്വവും ഫ്രഞ്ച് സാമ്രാജ്യത്വവും ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മേൽക്കോയ്മ, പ്രത്യേകിച്ചും കടൽ മേൽക്കോയ്മ പോർച്ചുഗീസ് ആയിരുന്നു. ആ പോർച്ചുഗീസ് രാജാവിന്റെ ആവശ്യമായിരുന്നു അറബികളെ ഇവിടെ നിന്ന് തുരത്തിയോടിക്കുക. സാമൂതിരി അതിന് വഴങ്ങിയില്ല. ഈ വിരോധത്തിന് സാമൂതിരിയുടെ 10 കപ്പലുകൾ കബ്രാൾ പിടിച്ചെടുത്തു. പീരങ്കികൾ കൊണ്ട് കോഴിക്കോടിനെ തുരുതുര വെടിവെച്ചു. 1500 ഡിസംബർ 24 കബ്രാൾ കൊച്ചിയിലേക്ക് പോയി. എന്നിട്ട് കൊച്ചിയിലെ സാമൂതിരിയോട് വിരോധമുണ്ടായിരുന്ന കൊച്ചി രാജാവ് ഉണ്ണിക്കോതവർമ്മ, അദ്ദേഹം കബ്രാളിനെ സ്വീകരിച്ചു, സന്തോഷപൂർവ്വം സഹായങ്ങൾ ചെയ്തു കൊടുത്തു. 1501 നോവ എന്ന നാവികന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ വീണ്ടും കോഴിക്കോട് വന്നു. സാമൂതിരിയുടെ 5 വലിയ കപ്പലുകളും ധാരാളം ചെറിയ വഞ്ചികളും അദ്ദേഹം തകർത്തു. കൊച്ചി രാജാവ് നോവയ്ക്ക് എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുത്തു. 1502 വാസ്കോഡി ഗാമ തിരിച്ചു വന്നു. ഇന്ത്യയെ കീഴടക്കാൻ, സാമൂതിരിയെ ശിക്ഷിക്കാനുള്ള പോർച്ചുഗീസ് രാജാവിന്റെ ആഹ്വാനവുമായിട്ടാണ് ഗാമ രണ്ടാമത് വന്നത്. വരുന്ന വഴിയിലാണ് ഗാമ കണ്ണൂരിനടുത്ത് മാടായിൽ നിന്ന് ഹജ്ജിന് പോയി തിരിച്ചു വരികയായിരുന്ന ഒരു കപ്പൽ നിറയെ ഹാജിമാരെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ആ സംഘത്തെ ഗാമ കടലിൽ തടഞ്ഞു വെച്ചു. കുറെ ദിവസങ്ങൾ തടഞ്ഞു വെച്ച ശേഷം 240 ആളുകൾ ആ കപ്പലിനകത്തുണ്ടായിരുന്നു. ആ കപ്പൽ കത്തിച്ച് ഗാമ വെള്ളത്തിൽ മുക്കി അതിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൊന്ന് ഗാമ കോഴിക്കോട്ടേക്ക് എത്തിയത്. അതിനുശേഷം ഗാമ കോഴിക്കോട് വന്ന് സാമൂതിരിയുടെ സൈന്യത്തെ ആക്രമിച്ചു, കോഴിക്കോട്ടുകാരെ ആക്രമിച്ചു. കണ്ണിൽ കണ്ടവരെയൊക്കെ പിടിച്ചുകെട്ടി, കൈകാലികൾ വെട്ടിമുറിച്ച് വഞ്ചിയിൽ ഒഴുക്കി. അപ്പോ സാമൂതിരി ഒരു ദൂതൻ, തലപ്പന നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചറെ ഗാമയുടെ അടുത്തേക്ക് വിട്ടു. ആ മെസ്സഞ്ചറുടെ മൂക്കും ചെവിയും ഗാമ, ദൂതന്മാരെ സാധാരണ അപമാനിക്കാറില്ല, ദൂതന്മാരെ അപമാനിക്കുന്നത് യുദ്ധപ്രഖ്യാപനമാണ്. തലപ്പന നമ്പൂതിരിയുടെ മൂക്കും ചെവിയും ഒക്കെ ഗാമ മുറിച്ചു. എന്നിട്ട് അപമാനിതനാക്കി സാമൂതിരിയുടെ അടുത്തേക്ക് തിരിച്ചുവിട്ടു. കോഴിക്കോടിന്റെ നേരെ വീണ്ടും ശക്തമായി പീരങ്കി, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് പീരങ്കി ഉണ്ടായിരുന്നു, അതിന് പീരങ്കി ഉതിർത്ത് അതിനുശേഷം ഗാമ കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് കോട്ട കെട്ടാൻ കൊച്ചി രാജാവ് ആവശ്യമായ ഒത്താശകൾ ചെയ്തു. മാനവരാശിക്ക് തീരാ കളങ്കമായി ആയിരുന്നു വാസ്കോഡി ഗാമ എന്ന് ആറി മില്ലർ പറയുന്നുണ്ട്. ആ പരാമർശത്തിലാണ് ആറി മില്ലർ വാസ്കോഡി ഗാമയെ ദ സേവേജ് എന്ന് വിളിക്കുന്നത്. ഏതായാലും ഗാമയ്ക്ക് ശേഷം പിന്നെ വിൻസെന്റ് സോഡി ഒരു നാവിക വ്യൂഹവുമായി കോഴിക്കോടെത്തി.
കൊച്ചി രാജാവും കോഴിക്കോട്ടെ സാമൂതിരിയും തമ്മിൽ അന്ന് യുദ്ധമുണ്ടായിരുന്നു. കൊച്ചി രാജാവിന്റെ ഭാഗം ചേർന്ന് സോടി അങ്ങനെ സാമൂതിരി ആക്രമിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മലബാറിനെ കുറിച്ച് പ്രത്യേകിച്ചും കേരളത്തെ കുറിച്ച് പൊതുവെയും നമ്മൾ പറയുന്ന ഒരു സാഹോദര്യമുണ്ടല്ലോ, സമുദായ മൈത്രി ഉണ്ടല്ലോ, പ്രത്യേകിച്ചും വളരെ പ്രത്യേകിച്ചും ഹിന്ദു മുസ്ലിം സാമുദായിക ഐക്യം എന്ന് പറയുന്ന ഒരു സംഗതി, അതിന്റെ ഉത്ഭവം, അതിന്റെ പ്രജനന കേന്ദ്രങ്ങൾ, പ്രഭവ കേന്ദ്രങ്ങളും പ്രജനന കേന്ദ്രങ്ങളും ഒക്കെ വാസ്തവത്തിൽ ഈ പാരസ്പര്യതയാണ് എന്ന സാമൂതിരിയുടെയും ഇതിന്റെയൊക്കെ പിൻബലം. ഞാനിതൊക്കെ പറയുന്നത് ഒരു കേന്ദ്രത്തെ വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അത് മഖ്ദൂം കുടുംബത്തിന്റെ വലിയ പ്രേരണയും വലിയ പ്രചോദനവും സാമൂതിരിക്കുണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ യുദ്ധത്തിന് ശേഷം 1503 ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കോഴിക്കോടെത്തി. ഡ്യൂററ്റ് പച്ചിക്കോ എന്ന് പറയുന്ന ഒരു സേനാനായകൻ കണ്ണിൽ കണ്ടതൊക്കെ അവർ തകർത്തു. അവർ കണ്ണൂരിൽ കോട്ട കെട്ടാനുള്ള പണികളും ആരംഭിച്ചു. 1504 14 കപ്പലുകൾ നിറയെ സൈന്യവുമായി ലോപ്പോസോറസ് എത്തി. കൊടുങ്ങല്ലൂരിലും കൊയിലാണ്ടിയിലും ഭീകരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. 2000 പേരെങ്കിലും മരിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. 1505 1500 സൈനികരുമായി ഫ്രാൻസിസ്കോ അൽമാഡ കോഴിക്കോടെത്തി. അവരുടെ രീതി എന്ന് പറയുന്നത് കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളയടിക്കുക, എന്നതിന് ശേഷം അഗ്നിക്കിരയാക്കുക. അൽമേഡയും ഇത് തന്നെയാണ് ചെയ്തത്. കൊച്ചി രാജാവിന് അൽമേഡ വിശ്വസ്ത ഭൃത്യൻ എന്നാണ് വിളിച്ചത് എന്ന് മാത്രമല്ല, പോർച്ചുഗൽ രാജാവ് കൊണ്ടുവന്ന ഒരു സമ്മാനം, ഒരു കിരീടം കൊച്ചി രാജാവിന്റെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു അൽമേഡ. സാമൂതിരിയുടെ 200ഓളം കപ്പലുകളാണ് നശിപ്പിക്കപ്പെട്ടത്. തിരിച്ചടികൾ നേരിട്ട സാമൂതിരി ഒരുപാട് ആളുകളോട് സഹായാഭ്യർത്ഥന നടത്തി. ആരും അദ്ദേഹത്തെ നാട്ടുരാജാക്കന്മാര് സഹായിച്ചില്ല. ഒടുവിൽ ഈജിപ്തിലെ സുൽത്താനുമായിട്ട് സാമൂതിരി ബന്ധപ്പെട്ടു. ആ കൈവഴികളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മഖ്ദൂമിന്റെ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പൊന്നാനി കേന്ദ്രീകരിച്ച ആ പല കുടുംബങ്ങളുടെയും സഹായങ്ങൾ കാണാൻ സാധിക്കും. 1507 അഡ്മിറൽ അമീർ ഹുസൈൻ 1500 സൈനികരുമായി കേരളത്തിലേക്കെത്തി. പൊന്നാനിയിലെത്തി. പോർച്ചുഗീസ് സൈന്യവുമായി നേരിട്ടു. പോർച്ചുഗീസ് സൈന്യത്തിന് വലിയ തിരിച്ചടിയുണ്ടായി. 1509 ഫെർണാണ്ടോ കോട്ടിനെ ഒരു വലിയ സൈന്യവുമായി കോഴിക്കോട് വന്ന് കോഴിക്കോടിനെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിച്ചു. കോഴിക്കോടിനെ നശിപ്പിക്കുക എന്ന ആഹ്വാനവുമായിട്ടാണ് പോർച്ചുഗൽ രാജാവ് ഈ ഫെർണാണ്ടോ കോട്ടിനെ അയച്ചത്. 1510 ജനുവരിയിൽ കോഡിനോയുടെ പട്ടാളം കോഴിക്കോട്ട് ഇറങ്ങി. കെട്ടിടങ്ങൾക്ക് തീയിട്ടു. അനവധി ആളുകൾ കൊല്ലപ്പെട്ടു. വൻ കവർച്ചകൾ നടന്നു. രോഷാകുലരായ ജനം കിട്ടിയ ആയുധങ്ങളുമായി പോർച്ചുഗീസുകാരെ നേരിട്ടു. അനവധി പോർച്ചുഗീസുകാർ വധിക്കപ്പെട്ടു. സാക്ഷാൽ അൽബുക്കർക്കിന് തന്നെ മുറിവേറ്റു. അദ്ദേഹത്തെ രാജാവ് തിരിച്ചു വിളിച്ചു. അങ്ങനെ ജനങ്ങൾ പോർച്ചുഗീസ് അക്രമത്തെ പ്രതിരോധിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത വഴിത്തിരിവുണ്ടായി. ജനങ്ങൾ പോർച്ചുഗീസ് അക്രമത്തിനെതിരെ രംഗത്ത് വരുന്ന ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ പിൻബലം എന്ന് പറയുന്നത് ഷേഖ് സൈനുദ്ദീൻ മക്തും ഉൾപ്പെടെയുള്ള ഈ നേതൃത്വമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് നമ്മുടെ രാജ്യത്തൊരു പക്ഷേ അധിനിവേശത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ ജനകീയ പ്രതിരോധത്തെയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. എവിടെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, പന്തലായനി, കാപ്പാട്, തിക്കോടി, ചാലിയം, പരപ്പനങ്ങാടി, താനൂര്, പറവണ്ണ, പൊന്നാനി, വെളിയങ്കോട്, ധർമ്മറം, എടക്കാട്, ഏഴിമല, ചെമ്മനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജനങ്ങൾ പോർച്ചുഗീസുകാരെ നേരിടാൻ രംഗത്തിറങ്ങി. സാധാരണ മനുഷ്യര്, സാധാരണക്കാർ, നമ്മളൊന്ന് ആലോചിക്കുക, ഇന്നത്തേതുപോലെ സൗകര്യങ്ങളുള്ളവരല്ല അന്നത്തെ ജനത. വളരെ പാവങ്ങൾ, കുടിലുകളിൽ താമസിക്കുന്നവർ, കർഷക തൊഴിലാളികൾ, മണ്ണിൽ പണിയെടുക്കുന്ന സാധാ മനുഷ്യർ. ഈ സാധാ മനുഷ്യർ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയെ നേരിടാൻ രംഗത്ത് വന്നു എന്നത് ഒരു സാങ്കല്പിക, ഒരു കാൽപ്പനിക ഇതിവൃത്തമല്ല. ഇന്നിപ്പോ നമ്മള് ഗസയെ കുറിച്ച് പരാമർശിക്കാറുണ്ടല്ലോ, ഗസയെ കുറിച്ച് ഓർക്കാറുണ്ടല്ലോ. 40 കിലോമീറ്റർ നീളവും 14 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഒരു മൺതിട്ട കേരളത്തിൽ ഒരു പക്ഷേ
ആലപ്പുഴ ജില്ലയുടെ ഏതാണ്ട് അത്രമാത്രം വലുപ്പം എന്ന് വേണമെങ്കിൽ ഗസയെ കുറിച്ച് അറിയാം. ആർക്കെതിരെ ചെറുത്തു നിൽക്കുന്നു, ആർക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്കെതിരെ. ഇസ്രായേൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയാണ്. ഇസ്രായേൽ അമേരിക്കയുടെ പിമ്പാണ്. ഇസ്രായേലിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കുക. അതുകൊണ്ട് തീർന്നോ? ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിന് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. വേറെ രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. ഇസ്രായേലിന് ഭക്ഷണ ദൗർബല്യം ഉണ്ടാകാതിരിക്കാൻ, ഇസ്രായേലികൾ പട്ടിണി കിടന്ന് പ്രയാസപ്പെടാതിരിക്കാൻ മത്സരിച്ച് ഇസ്രായേലിന് ആരാണ് സഹായിക്കുന്നത് എന്നതൊക്കെയുള്ള സംഗതികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രതിവാദ്യം വഴിമാറും എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോ പഴയ കാലത്തെ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ ചെറുത്തുനിൽപ്പിന് നമുക്ക് എവിടെ നിന്നൊക്കെ ജനങ്ങളുടെ സഹായം ഉണ്ടായിന്നറിയോ? ഈ പറയുന്ന മഅ്ബർ പ്രദേശത്ത് നിന്ന് അവർക്ക് സഹായമുണ്ടായി എന്ന് പറഞ്ഞാൽ മാൾബേരികളുടെ പങ്കാളിത്തം ഈ പ്രതിരോധ സമരങ്ങൾക്ക് ഉണ്ടായിരുന്നു. മാൾബേരികൾ എന്ന് പറഞ്ഞാൽ നല്ല തലപ്പാവുള്ള വലിയ താടിയുള്ള മഹാപണ്ഡിതരാണ്. ആ മഹാപണ്ഡിതരാണ് കാലഘട്ടത്തിന്റെ ചരിത്രപരമായ ദൗത്യം ചുമലുകളിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കുന്ന ഭഗീരഥമായ ഒരു പോരാട്ടത്തിന് രംഗത്ത് വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. വ്യവസ്ഥാപിതമായ ചെറുത്തുനിൽപ്പ് തുടങ്ങി പോർച്ചുഗീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് വാണിജ്യ പ്രമുഖരായ കുട്ട്യാലി സഹോദരർ രംഗത്ത് വന്നു. കൊച്ചിയിലെ അതിസമ്പന്നരായ കച്ചവടക്കാരായിരുന്നു കുട്ട്യാലി സഹോദരങ്ങളും കുഞ്ഞാലി സഹോദരങ്ങളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുഞ്ഞാലി മരക്കാരെന്നൊക്കെ പറഞ്ഞ ഒരു നാവികൻ അല്ലെങ്കിൽ നാവിക തലവൻ എന്നൊക്കെയാണല്ലോ നമ്മൾ സാമ്പ്രദായികമായി കേട്ട് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, അവരുടെ സാമ്പത്തിക ശക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞ വിശ്വസിക്കാൻ നമുക്ക് കഴിയൂല. അത്രമാത്രം കൊച്ചി രാജാവിന് ഭരിക്കാൻ പണം കടം കൊടുക്കാറുണ്ടായിരുന്ന കുടുംബം. ഭയങ്കരമായ ആസ്തിയുള്ള, കണ്ണഞ്ചിപ്പിക്കുന്ന ആസ്തിയുള്ള വാണിജ്യ പ്രമുഖരായ ആ കുടുംബമാണ് ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ ആഹ്വാനം ശ്രവിച്ചുകൊണ്ട് അവരുടെ വർത്തക പ്രവർത്തനങ്ങൾ, വാണിജ്യ പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക്, അത് പരവതാനി വിരിച്ച പട്ടുവിരിച്ച ഭൂമിയല്ല എന്നെല്ലാവർക്കും അറിയാം. രക്തസാക്ഷിത്വം, ഷഹാദത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവര് രംഗത്ത് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. 1524 മരക്കാർമാർ പൊന്നാനിയിൽ, 1522 ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം വഫത്തായി. 1524 മരക്കാർമാർ പൊന്നാനിയിലേക്ക് താമസം മാറ്റി. ഫക്കീം അഹമ്മദ് മരക്കാർ, സഹോദരൻ കുഞ്ഞാലി മരക്കാർ, അമ്മാവൻ മുഹമ്മദ് മരിക്കാർ തുടങ്ങിയ വലിയ കൊച്ചിയിലെ മഹാസമ്പന്നർ, അവര് കൂട്ടുകുടുംബ എല്ലാവരെയും കൂട്ടിപ്പെറുക്കി അവരുടെ ആയുധങ്ങളും അവരുടെ കപ്പലുകളുമായി കൊച്ചിയിൽ പൊന്നാനി വന്നു. പൊന്നാനിയിൽ നിന്ന് അന്നത്തെ മക്തൂമിന്റെ ആവശ്യപ്രകാരം അവരെല്ലാം കൂടെ കോഴിക്കോട്ടേക്ക് സാമൂതിരിക്ക് അതെല്ലാം സമ്മാനം നൽകി. സാമൂതിരി നാവിക സൈന്യത്തിന്റെ തലവനായി കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൻ എന്നാണ് വാക്കർത്ഥം. ഒരുപാട് കുഞ്ഞാലി മരക്കാർമാരുണ്ടായിരുന്നു. 4ാമത്തെ കുഞ്ഞാലി മരക്കാരെ അക്കാലത്തെ സാമൂതിരി, 15ഓളം സാമൂതിരിമാർ ഇക്കാലത്ത് വന്നുപോയിരുന്നു. അക്കാലത്തെ സാമൂതിരി പോർച്ചുഗീസുകാരുമായി അഡ്ജസ്റ്റ് ചെയ്തു, അവരുമായി സന്ധിയായി. ആ സാമൂതിരിയാണ് 4ാമത്തെ കുഞ്ഞാലിയെ ഗോവയിൽ പോർച്ചുഗീസുകാർക്ക് പിടിച്ചുകൊടുത്തതും കുഞ്ഞാലിയെ ഗോവയിലേക്ക് കൊണ്ടുപോയതും തലയറുത്ത് കുന്തത്തിൽ നാട്ടി പോർച്ചുഗീസുകാർ ആഹ്ലാദിച്ചതുമൊക്കെ ചരിത്രമാണ്. ഏതായാലും തീരദേശം മുഴുവൻ പോരാട്ട ഭൂമികയായി മാറി. 100 കണക്കിന് ചെറുവള്ളങ്ങളിൽ ചെറുത്തുനിൽപ്പ് തുടങ്ങി. അങ്ങനെ പോർച്ചുഗീസുകാർക്ക് ചരിത്രത്തിൽ ആദ്യമായി വലിയ തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങി. 1524 വാസ്കോഡി ഗാമ തിരിച്ചു വന്നു. കാരണം സംഗതികൾ കയ്യിൽ നിന്ന് പോവുകയാണ്, ഗാമ വരേണ്ടത് ആവശ്യമാണെന്ന് പോർച്ചുഗീസ് രാജാവ് മനസ്സിലാക്കി. പക്ഷേ അതേ വർഷം ഡിസംബർ 24 അദ്ദേഹം അസുഖം ബാധിച്ച് കൊച്ചിയിൽ വെച്ച് മരിച്ചു. 1525 പോർച്ചുഗീസുകാർ പ്രതികാര ബുദ്ധിയോടുകൂടി പൊന്നാനിയെ ആക്രമിച്ചു. അങ്ങനെ പൊന്നാനിയിൽ നിന്നാണ് ഈ കടുത്ത പോർച്ചുഗീസ് വിരുദ്ധതയുടെ എല്ലാ ശീലുകളും പോകുന്നത് എന്ന് മനസ്സിലാക്കി പൊന്നാനിയെ ആക്രമിച്ചു. പൊന്നാനിക്ക് വമ്പിച്ച നാശനഷ്ടങ്ങൾ വരുത്തി. സാമൂതിരിയുടെ നായർ മുസ്ലിം സൈന്യം, സാമൂതിരി അപ്പോ ഒരു സൈന്യത്തെ സജ്ജീകരിച്ചിരുന്നു. കാര്യമായും നായർ സമൂഹവും മുസ്ലിം സമൂഹവുമാണ്. പിൽക്കാലത്ത് ഇപ്പോ നമ്മുടെ
പഴശ്ശി രാജാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സേനാ തലവന്മാരും സൈന്യവും ഒക്കെ നമ്മുടെ ഏറനാട്ടിലും ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ അതിൽ പങ്കാളികളായിരുന്നു. അത്തൻകുരിക്കളും അത്തൻകുരിക്കളെ പോലുള്ള ആളുകൾ, ഉണ്ണിമൂസയെ പോലുള്ള ആളുകളൊക്കെ, അത്തൻകുരിക്കളെ പോലുള്ള ആളുകളൊക്കെ മലയാളത്തിന്റെ റോബിൻ വുഡ് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ആ ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വാസ്തവത്തിൽ ആ പാരസ്പര്യതയുടെ ഒക്കെ ആ പഴയകാല സംഭവങ്ങളാണിത്. ഏതായാലും കുട്ടിയാലി ഒരു വലിയ ധീരൻ, അദ്ദേഹത്തിന്റെ ഒളി സൈന്യം കൊച്ചിയിലേക്ക് പോയി. പൊന്നാനിയെ ആക്രമിച്ചതിന് തിരിച്ചടി കൊടുത്തത് കൊച്ചിയിൽ കോട്ടയുണ്ട്, കൊച്ചിയിൽ വലിയ സങ്കേതമുണ്ട്. പക്ഷേ കുട്ടിയാലിയുടെ നേതൃത്വത്തിൽ കൊച്ചിയെ ആക്രമിച്ചു, കോട്ടയിൽ കയറി ആക്രമിച്ചു. ഗത്യന്തരമില്ലാതെ പോർച്ചുഗീസ് പട്ടാളം കോട്ടയ്ക്ക് അടിയിൽ തുരങ്കമുണ്ടാക്കി കടലിലൂടെ അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും ആ യുദ്ധത്തിൽ